ഹരി ഓം. ഞാൻ ചാന്ദിനി, സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംഖ്യകൾ നമ്മൾ കുറേ പഠിച്ചു അല്ലേ. ഇനി അത് 4 ഡിജിറ്റിലുള്ള 4 അക്കങ്ങളുള്ള സംസ്കൃത സംഖ്യകൾ എങ്ങനെ വായിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം 4 ഡിജിറ്റ് എന്നുമ്പോഴത്തേക്ക് 1000-ന് എന്ത് പറയുമെന്ന് പറഞ്ഞു? സഹസ്രം. ഇനി ഞാനിവിടെ എല്ലാം എഴുതില്ല, അപ്പം എഴുതാത്തത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കണം. പറ്റും, കാരണം ഇത്രയും നാളും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നോക്കാം. ആദ്യം 1200, 1200. അപ്പോൾ ഇവിടെ നമ്പറില്ലല്ലോ, അപ്പോൾ 200 ആദ്യം നോക്കുക. ദ്വിശതമാണ് 200 അല്ലേ, ദ്വിശതം. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് 1000 വന്നു. അപ്പം ദ്വിശതോത്തര സഹസ്രം, ദ്വിശതോത്തര സഹസ്രം എന്നാണ് പറയുന്നത്. ഇനി 1500 ആണെങ്കിലോ, ആദ്യം 500ന് പഞ്ചശതോത്തര സഹസ്രം. അത് സഹസ്രം എന്ന് പറഞ്ഞാൽ ഏകസഹസ്രം തന്നെയാണ്. അത് ഒന്ന് ആയതുകൊണ്ടാണ് പിന്നെ വീണ്ടും ഏക പറയാത്തത്. അപ്പം പഞ്ചശതോത്തര സഹസ്രം. ഇനി 1999, അത് നോക്കൂ. അതിൽ അധികം എന്നുള്ള വാക്കും വരും, ഉത്തരം എന്നുള്ള വാക്കും വരും. നോക്കിക്കോളൂ. ആദ്യം 99 നോക്കണം. 90ക്ക് എന്ത് പറയും? നവതിയാണ്. 99 നവനവതിയാണ് 99. അപ്പം നവനവതി പ്ലസ് അധികം, അപ്പം നവനവത്യധിക. പിന്നെ അടുത്ത 900 ഉണ്ട്. നവശതോത്തര സഹസ്രം. അപ്പം നവനവത്യധിക നവശതോത്തര സഹസ്രം. 100 കഴിഞ്ഞാലാണ് ഉത്തരം വരുന്നത്, അതിനു മുമ്പ് അധികമാണ്. ഇനി 2350. ആദ്യം 50ക്ക് 50 50 50. 50 അടുത്ത 300ന് ത്രിശതോത്തരം. പിന്നെ ഉത്തരം വന്നു ത്രിശതോത്തര ദ്വിസഹസ്രം. അപ്പം 50 ത്രിശതോത്തര ദ്വിസഹസ്രം. അടുത്ത 2768. ആദ്യം 68ന് പറയണം. 68 എങ്ങനെ പറയണം? അഷ്ടഷഷ്ടി അല്ലേ, അഷ്ടഷഷ്ടിയാണെന്ത് 68. അപ്പം അഷ്ടഷഷ്ടി അധിക സപ്തശതോത്തര ദ്വിസഹസ്രം. അടുത്ത 5376. ആദ്യം 76 എന്ത് പറയും? ഷഡ് സപ്തതിയാണ് 76. അപ്പം ഷഡ് സപ്തത്യധിക. അടുത്ത 300ന് ത്രിശതോത്തര പഞ്ചസഹസ്രം. ഷഡ് സപ്തത്യധിക ത്രിശതോത്തര പഞ്ചസഹസ്രം. ഇനി 6896. 90 കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചു. 96 എപ്പോഴും വരുമ്പോഴത്തേക്ക് ഷഡ് നവതി അല്ല, അത് ചേർന്ന് വരുമ്പോൾ ഷണ്ണവതിയാണ്. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. ഓരോ പ്രാവശ്യം വരുമ്പോൾ 96ൽ അത് വരും, ഷണ്ണവതി. അപ്പോൾ ഇവിടെ 96 ഷണ്ണവതി പ്ലസ് അധികം, അപ്പോൾ ഷണ്ണവത്യധിക. പിന്നെ എത്ര? 108. അഷ്ടശതോത്തര ഷഡ് സഹസ്രം. ഷണ്ണവത്യധിക അഷ്ടശതോത്തര ഷഡ് സഹസ്രം. അടുത്ത 9587. അതെങ്ങനെ? 87 ആദ്യം സപ്ത അശീതിയാണ് 80 അല്ലേ. അപ്പോൾ സപ്താശീതി അധികം, സപ്താശീത്യധിക. പിന്നെ എത്ര ശതം? പഞ്ചശതോത്തര നവസഹസ്രം. അപ്പം സപ്താശീത്യധിക പഞ്ചശതോത്തര നവസഹസ്രം. ഇതുപോലെ നിങ്ങൾ എഴുതി നോക്കണം. ഇടയ്ക്കുള്ള വിട്ടിട്ടുള്ളതെല്ലാം അവിടെ ഇടയ്ക്കിടയ്ക്ക് കുറേ വേർഡുണ്ട്, അതെല്ലാം നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. അടുത്ത് നോക്കിയോളൂ. 9801. അപ്പോൾ നമ്മൾ ആദ്യം 1 നോക്കണം അല്ലേ. ഏക അധിക. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, പിന്നെ 100ൻ്റെ പ്ലേസിലേ ഉള്ളൂ. അപ്പം ഏകാധിക. ഇനി 800 എന്ന് പറയും അഷ്ടശതം അല്ലേ. അപ്പോൾ അഷ്ടശതോത്തര. അപ്പോൾ ഏകാധിക അഷ്ടശതോത്തര നവസഹസ്രം. അപ്പോൾ ഇവിടെ 100 പ്ലേസ് ശതം, ഇത് സഹസ്രം. അപ്പോൾ ഏകാധിക ഏകാധികം ചേർത്ത് വന്ന ഏകാധിക പ്ലസ് അഷ്ടശതമാണ് ചേർത്ത് പറയുമ്പോൾ ഏകാധികാഷ്ടശതോത്തര നവസഹസ്രം. ശത ഉത്തരം ചേർത്ത് പറയുമ്പോൾ ശതോത്തരം.
ശതോത്തര നവസഹസ്രം. ഇനി 8572. ഇതിൽ രണ്ടും വരും, അതായത് അധികവും വരും ഉത്തരവും വരും. എങ്ങനെയാണ്? ആദ്യം 72 തന്നെ ദ്വിസപ്തതിയാണ്. 72 ദ്വിസപ്തതി. അപ്പം ദ്വിസപ്തതി പ്ലസ് അധികം ചേർത്ത് പറയുമ്പോൾ ദ്വിസപ്തത്യധിക. പിന്നെ 100ൻ്റെ പ്ലേസിൽ 5 പഞ്ചശതോത്തരം. അപ്പം ദ്വിസപ്തത്യധിക പഞ്ചശതോത്തര അഷ്ടസഹസ്രം. ഇത് സഹസ്രം. അപ്പം ദ്വിസപ്തത്യധിക പഞ്ചശതോത്തര അഷ്ടസഹസ്രം. ഇനി 7045. അപ്പോൾ ആദ്യം 45 എന്ന് പറയും പഞ്ചചത്വാരിംശത്. പിന്നെ അധികം ചേർത്ത് പഞ്ചചത്വാരിംശത് അധിക. അടുത്ത 100ൻ്റെ പ്ലേസിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വേണ്ട, അധികം കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? 7 സപ്തസഹസ്രം. അപ്പം പഞ്ചചത്വാരിംശതധിക സപ്തസഹസ്രം. ഇനി 9061 എന്ത് പറയും? ഏകഷഷ്ടിയാണ് 61 അല്ലേ? ഏകഷഷ്ടി. അപ്പോൾ അധികം വരുമ്പോൾ ഏകഷഷ്ടി അധിക. പിന്നെ 100ൻ്റെ പ്ലേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റത് പറയണ്ട. പിന്നെന്ത്? നവസഹസ്രം. അപ്പോൾ ഏകഷഷ്ടി അധിക നവസഹസ്രം. ഇനി 6702. ടു എന്താണ്? ദ്വയധിക 7 എന്താ? ശതം അല്ലേ? അപ്പം സപ്തശതോത്തര ഷഡ് സഹസ്രം. അപ്പോൾ ദ്വയധിക സപ്തശതോത്തര ഷഡ് സഹസ്രം. അടുത്ത 9999 ആദ്യം വേണം. 90 എന്ന് പറയുമ്പോൾ നവതിയാണല്ലേ? അപ്പം 99 നവനവത്യധിക. പിന്നെ നവശതോത്തര നവസഹസ്രം. അപ്പം നവനവത്യധിക നവശതോത്തര നവസഹസ്രം. ഈ രീതിയിലാണ്. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ 4 ഡിജിറ്റിൻ്റെ ആണ് എല്ലാം. ഇനി ഇത് കഴിയുമ്പോൾ അടുത്തതിന് 5 ഡിജിറ്റ് വരും അല്ലേ? അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.